രണ്ട് യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ നോർമൽ ഓപ്പറേറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സമ്മ് നോർമൽ അല്ലെങ്കിൽ യൂണിറ്ററി ഓപ്പറേറ്റർ ആവണമെന്നില്ല. പക്ഷേ സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ ആണ് ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ സം എന്തായാലും സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റർ ആയിരിക്കും. ഇത് തന്നെ നമുക്ക് പ്രൊഡക്റ്റിന്റെ കേസ് നോക്കാം. U1 ഉം U2 ഉം യൂണിറ്ററി ഓപ്പറേറ്റേഴ്സ് ആണെങ്കിൽ പ്രൊഡക്റ്റും യൂണിറ്ററി ഓപ്പറേറ്റർ ആണ്. നമ്മൾ അത് മുൻപേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ if U1 and U2 are self adjoint, then U1 into U2 self adjoint ആയിരിക്കുമോ? അതുപോലെ നോർമൽ ഓപ്പറേറ്റേഴ്സ്, രണ്ട് നോർമൽ ഓപ്പറേറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ U1 into U2 നോർമൽ ഓപ്പറേറ്റർ ആയിരിക്കുമോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ രണ്ടിനുള്ള കൗണ്ടർ എക്സാമ്പിൾ ആണ് തരുന്നത്. അപ്പോൾ A ഈക്വൽ ടു 1002 കൺസിഡർ ചെയ്തു, B ഈക്വൽ ടു 0110 കൺസിഡർ ചെയ്തു. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് A എന്താണ് ഇവിടെ? ഇവിടെ റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് ട്രാൻസ്പോസ് എടുത്താൽ മതി. ഡയഗണൽ മെട്രിക്സ് ആണ്. ഇവിടെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ A തന്നെയല്ലേ കിട്ടുന്നത്. അപ്പോൾ A സ്റ്റാർ ഈക്വൽ ടു A ആണ്. B സ്റ്റാർ കൺസിഡർ ചെയ്തേ. ഇവിടെ നോൺ ഡയഗണൽ എൻട്രീസ് മാത്രമേ ചേഞ്ചസ് ആവത്തുള്ളൂ. അപ്പോൾ രണ്ടിടത്തും എൻട്രി 1 ആണ് വരുന്നത്. അപ്പോൾ റിയൽ എൻട്രീസും. അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് B എന്ന് പറയുന്നതും B തന്നെ കിട്ടി. അപ്പോൾ ഈ എയും ബിയും സെൽഫ് അഡ്ജോയിന്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. സോ ദേ ആർ നോർമൽ ഓൾസോ. ഈ രണ്ട് എഴുതിയിരിക്കുന്ന എക്സാമ്പിളും സെൽഫ് അഡ്ജോയിന്റ് ആൻഡ് നോർമൽ ഓപ്പറേറ്റേഴ്സ് ആണ്. പക്ഷെ അതിന്റെ പ്രൊഡക്റ്റ് എ ബി കൺസിഡർ ചെയ്തേ. എ ബി എന്താണ് വരുന്നത്? 1002 ഇൻറ്റു 0110. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾക്ക് 0120 കൺസിഡർ കിട്ടും. Now consider the adjoint of AB. അഡ്ജോയിന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്? നോൺ ഡയഗണൽ എൻട്രീസിന് ചേഞ്ച് ചെയ്താൽ മതി. റിയൽ എൻട്രീസ് ആയതുകൊണ്ട് അത് മാത്രമേ ചെയ്യാനുള്ളൂ. 0210 വരും. ആൻഡ് ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു എ ബി. ഇപ്പൊ നമ്മൾക്ക് എന്ത് കിട്ടി? എയും ബിയും സെൽഫ് അഡ്ജോയിന്റ് ആണ്, പക്ഷേ ദർ പ്രൊഡക്റ്റ് ഈസ് നോട്ട് സെൽഫ് അഡ്ജോയിന്റ്. ഇത് അതിനുള്ളൊരു എക്സാമ്പിൾ ആയി. ഇനി ഇത് നോർമൽ ആണോ എന്ന് കൂടി ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എ ബി സ്റ്റാർ കൺസിഡർ ചെയ്യാം. And this is equal to 0120 into 0210. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1004 കിട്ടും. ആൻഡ് കൺസിഡർ എ ബി സ്റ്റാർ എ ബി. ദ അഡ്ജോയിന്റ് ഓഫ് എ ബി കൺസിഡർ ചെയ്യാം. 0210 0120 എന്ന് വരും. അപ്പോൾ this is equal to 4001. And these two matrices are not equal. Therefore നമ്മൾക്ക് എന്ത് പറയാം? ഈ രണ്ട് ടേംസ് ഈക്വൽ അല്ലാത്തത് കൊണ്ട് എ ബി എന്തും അല്ല, നോർമൽ അല്ല. എ ബി ഈസ് നോട്ട് നോർമൽ. അപ്പൊ നമ്മൾ ഈ എഴുതിയിരിക്കുന്നതിൽ എന്താണ്? എയും ബിയും സെൽഫ് അഡ്ജോയിന്റും നോർമലും ആണ്, പക്ഷേ their product is not normal and self adjoint. രണ്ടും അല്ല, സെൽഫ് അഡ്ജോയിന്റ് അല്ല, നോർമലും അല്ല. ഓക്കെ.